അസ്സലാമു അലൈക്കും. പ്രിയമുള്ള പുലക്കൂത്ത് കുടുംബത്തിലെ അംഗങ്ങളെ, ജ്യേഷ്ഠന്മാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, നാം പുലുക്കൂത്ത് കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് കണ്ടിയിൽ കുടുംബവും മണിയുണ്ടയിൽ കുടുംബവും അങ്ങനെ 4-5 കുടുംബമായി പിരിഞ്ഞ ആൾക്കാരാണ് നമ്മൾ. ഈ പുലുക്കൂത്ത് കുടുംബം എന്ന് പറയുന്നതിന് നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത് തന്നെ. നമ്മളെല്ലാം കണ്ടിയിൽ എന്നുള്ള ഒരു ഭാഷ മാത്രമേ കേട്ടിരുന്നു. ഞാൻ കണ്ടിയിൽ അബ്ദുറഹ്മാനാജിയുടെ പുത്രന്മാരിൽപ്പെട്ട 3ാമത്തെ മകൻ ആലിക്കുട്ടി ഹാജിയുടെ മകനാണ് കുഞ്ഞാലി എൻ്റെ പേര്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തീരെ അറിവില്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ ആരെ മാനാണ്, എവിടെ ഉള്ളതാണ് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വാപ്പൻ്റെ പേര് പറഞ്ഞത്. ആലിക്കുട്ടി ഹാജിയുടെ മകനാണ് ഞാൻ. ആലിക്കുട്ടി ഹാജിയുടെ ആൺമക്കളിൽ 3ാമത്തവനാണ് ഞാൻ. അപ്പോൾ നാം എല്ലാവരും കണ്ടിയിൽ കുടുംബത്തിനെ മാത്രമേ നാം ഇതുവരെ നമ്മളിൽ നിന്ന് നമ്മളെ പൊങ്ങന്മാരും നമ്മളെ ആൾക്കാരും ഒക്കെ അറിഞ്ഞിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ മാവൂർ അളിയാൻ ഇതിൻ്റെ ഫസിലപ്പുറത്ത് മമ്മൂട്ടിൻ്റെ ഒരു പരിപാടിക്ക് ഒരു ചാർത്തും കൊണ്ട് വന്നപ്പോൾ നമ്മൾ ഈ കുടുംബത്തിനെ പറ്റി വിശദമായി കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് അളിയാനൊരു ചാർത്ത് നമുക്കൊക്കെ തന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4-5 വല്യാപ്പൻ്റെ അഞ്ചന്മാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇളം തലമുറ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അവരെ പോയി കാണുകയും ക്ഷണിക്കുകയും ചെയ്ത് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു മക്ബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ അറിയേയില്ല. എന്നാലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കണ്ടിയിൽ ഹസൈൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഏറ്റവും ലാസ്റ്റ് സംസാരിച്ച ആൾ ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് എന്നാണ്. മഗ്‌രിബിൻ്റെ അരമണിക്കൂർ മുന്നേ എൻ്റെ പീടികയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇരുന്ന് ബാങ്ക് കൊടുക്കുന്നത് വരെ അരമണിക്കൂർ ഞങ്ങൾ എല്ലാവരെ സംബന്ധിച്ചു. അതേപോലെ തമ്മൂട്ടിൻ്റെ മരണത്തിനെ അനുസ്മരിച്ചും കൊണ്ടാണ് അവസാനം വിട പറഞ്ഞത്. എന്നോട് ഓൻ ഒളുവോട് കൂടി ഈത്തിക്കാഫിനെ നെയ്യത്ത് ചെയ്ത് പള്ളിയിലിരുന്ന് മനുഷ്യനാണ്. ആ ഒളുവോട് കൂടി പോയാണ് അവൻ്റെ മരണമുണ്ടായത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ, പുറത്തു കൊടുക്കുമാറാവട്ടെ. പുറത്തവനെ അവന് ലാസ്റ്റ് എന്നോട് സംസാരിച്ച എല്ലാ സംസാരവും ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മുക്കത്തേക്ക് പാസ് ചെയ്യുന്ന നമ്മളിൽ നിന്ന് 2 മാസം മുന്നേ ഇവിടെ പറഞ്ഞ വിച്ചുണ്ണി, ആ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ അവനെ ഓർക്കാതിരിക്കലില്ല. ആ സ്ഥലത്ത് മണാശ്ശേരി എത്തുമ്പോൾ പുറത്തവനെ വീച്ചുണ്ണി മരിച്ച സ്ഥലമാണല്ലോ ഇത് എന്നിങ്ങനെ മനസ്സിൽ തന്നാൽ ഉദിച്ചു വരികയാണ്. ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം വിഷമങ്ങളും ദയനീയവുമാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. ഹുസൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹുസൈനെ പറ്റി എല്ലാവരും പറഞ്ഞ് എല്ലാവത്തിലും പള്ളിയിലുണ്ടാകുന്ന ഒരു മനുഷ്യനാണ്, ഒരു സൗമ്യനാണ്, മറ്റൊരു ബിസിനസ്സും മറ്റുമായിട്ടുള്ള ബന്ധമുള്ള ആളല്ല. ഒരു ഇരാങ്ക പറഞ്ഞതുപോലെ ഒരു പയ്യും വീടുമായിട്ട് കഴിയുന്ന ഒരു മനുഷ്യനാണ്. വളരെയധികം ആത്മശുദ്ധിയും ജീവിതശുദ്ധിയും കൈവരിച്ച ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു തആല അവൻ്റെ സ്വർഗം നൽകുമാറാവട്ടെ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പൊരുത്തപ്പെടുക. എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.